കൂട്ടുകാരെ, നമുക്ക് 36-ാം പേജിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? അപ്പോൾ ഇവിടെ ഒരു 40 ഡിഗ്രി കോണ് വൃത്തത്തിലുണ്ട്. അതിൻ്റെ എതിർചാപത്തിൻ്റെ ഭാഗമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന 40 ഡിഗ്രി കോണ് വൃത്തത്തിലെ ഒരു ബിന്ദുവിൻ്റെ കോണാണ്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു തത്വമുണ്ട്. അതായത് വൃത്തത്തിലെ ഒരു ബിന്ദുവിൻ്റെ കോണ് ആ കോൺ വരുന്ന എതിർചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അതായത് വൃത്തത്തിലെ ഒരു കോൺ അതിൻ്റെ എതിർചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറയാം? കേന്ദ്രകോണ് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എതിർചാപത്തിൻ്റെ കേന്ദ്രകോണ് 2 × 40 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എതിർചാപത്തിൻ്റെ കേന്ദ്രകോണ് 80 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? വൃത്തകേന്ദ്രത്തിന് ചുറ്റുമുള്ള ആകെ കോണിൻ്റെ അളവ് എത്രയാണ്? 360 ഡിഗ്രി. ഒരു വൃത്തത്തിൻ്റെ ആകെ കേന്ദ്രകോൺ 360 ഡിഗ്രിയാണ്. അപ്പോൾ 360ൻ്റെ എത്ര ഭാഗമാണ് 80? അതായിരിക്കും നമ്മുടെ ഈ ചാപത്തിൻ്റെ നീളം, അതായത് വൃത്തഭാഗം. അപ്പോൾ നമുക്ക് ചാപം എന്തായിരിക്കും? 2/9 ഭാഗമായിരിക്കും. അതായത് 80/360. അത് പറയുമ്പോൾ നമുക്ക് 10 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 8/36 കിട്ടും. അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 2/9 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ അടയാളപ്പെടുത്തിയ വൃത്തത്തിൻ്റെ 2/9 ഭാഗമാണ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് 2 തത്വങ്ങളാണ്. ഒന്ന്, വൃത്തത്തിലെ ഒരു കോൺ അതിൻ്റെ എതിർചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. പിന്നെ രണ്ടാമത്തെ തത്വം എന്താണ്? ഒരു വൃത്തത്തിൻ്റെ ആകെ കേന്ദ്രകോൺ 360 ഡിഗ്രിയാണ്. ഈ 2 തത്വങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചോദ്യത്തിനെ പരിഹരിക്കുന്നത്. ഓക്കെ.